വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ ബ്ലോഗ്സ് ഗൈസ്. നമ്മൾ എണീറ്റ പാടന്നെ എങ്ങടെ പോണെന്ന് അറിയോ? പോണ വഴി പറഞ്ഞുതരാം. എൻ്റെ ഹായ് പറഞ്ഞോട്. ബർത്ത്ഡേ രാവിലെ വന്നിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബർത്ത്ഡേ എന്നാ ഡാഡിയോട് പറഞ്ഞേ? ഇന്നലെ ഞാനത് വെറുതെ ചോദിച്ചത് അവന്റെ അടുത്ത് എന്താണ് എന്റെ ബർത്ത്ഡേ എന്ന്. അപ്പൊ പറയാ ഓഗസ്റ്റിന്ന്. അവനറിയായിരുന്നു. ഡേറ്റ് അറിയാത്തുള്ളൂ. അവൻ ഓഗസ്റ്റാന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ ആലോചിച്ചത് എങ്ങനെ അവൻ അറിയണേന്ന്. അപ്പൊ എനിവേ നമ്മളിപ്പോ ഒന്ന് പോവാണ് ഗൈസ് പുറത്തേക്ക് വെച്ചാൽ നമ്മുടെ വീടിന്റെ ഭാഗത്തേക്കാണ് പോണത്. അതെ, കുറെ നാളായി നമ്മുടെ വീടിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ട്. ഒന്ന് ലാസ്റ്റ് കാണിച്ചപ്പോ തേപ്പൊക്കെ നടക്കണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മളുടെ വീട് കുറച്ചും കൂടി ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആയിരിക്കണം അതിന്റെ അപ്ഡേറ്റ് കാണിക്കുന്നത്. നമ്മള് വീടിന്റെ അവിടേക്ക് പോവാണ് കേട്ടോ. ഉണ്ണീനെ വീട്ടിൽ തന്നെ ആക്കി. നമ്മൾ അവനെ കൊണ്ടുവന്നില്ല, കാരണം അവിടെ നമുക്ക് കാര്യങ്ങളെ കുറച്ച് ചേട്ടന്മാർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ അതിന് ശരിയാവില്ല. പിന്നെ അത് മാത്രല്ല നമ്മുടെ ഫ്രണ്ട് അവനെ കൊണ്ടുപോയി കഴിഞ്ഞാല് അവൻ അവിടെ ചെന്നിട്ട് ആകെ അലമ്പാകം വേറെ ഒന്നുമില്ല. അവൻ അവിടെ മണ്ണിൽ കളിക്കണം. മണ്ണിൽ കളിക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. നല്ല വെയിലത്ത് അവിടെ നിന്ന് കളിക്കണ്ടായിരുന്നു. പിന്നെ നമ്മള് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവൻ മാത്രം പുറത്തുണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ വണ്ടികളൊക്കെ റോട്ടിൽ കൂടെ പോണതാ. എങ്ങനെ അവൻ ഓടിപ്പോകും. ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അമ്മച്ചിനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഒന്നാ നല്ല വെയിലുള്ള സമയം. അല്ലെങ്കിൽ അമ്മച്ചിക്ക് വയ്യുണ്ടാവും. അപ്പൊ നമ്മള് പോവാണ് ഗൈസ് വീട്ടിലേക്ക്. വീട് കാണിച്ചു തരാം. നിങ്ങൾ കുറെ നാളായി ഉണ്ടാവും വീട് കണ്ടിട്ടല്ലേ? അതാ പറഞ്ഞ നിങ്ങൾ കുറെ നാളായി ഉണ്ടാവും വീട് കണ്ടിട്ട്. സത്യം പറഞ്ഞ ഒന്നിന് സമയം കിട്ടാത്തതിന്റെ പേരിൽ ഓരോരോ തിരക്ക് കാര്യങ്ങളായിട്ട് നീണ്ടു പോയതോ. ഇന്ന് കാണിക്കാൻ ഗൈസ് വീടിന്റെ സ്റ്റാർട്ടിങ് മൊത്തം. അതെ, നമ്മളിതിന് മുൻപ് ടൈലൊക്കെ എടുക്കാൻ പോയി. ടൈല് വന്നു. പിന്നെ അതിന് മുന്നേ പിന്നെ മറ്റേ ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നോക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സ്ഥലത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നൂല്ലേ. ബാത്റൂമിന്റെ സാധനങ്ങൾ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറെ സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നു. എനിക്ക് നിരീക്ഷിച്ച വന്നേക്കാ ഇന്നലെ തുടങ്ങിയതാ. മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നല്ല ഇന്നലെ തുടങ്ങിയ നിരീക്ഷിച്ചതല്ല. എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ല, മൂക്കടഞ്ഞിട്ട്. എന്നാലും ഞാൻ AC നിർത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ അപ്പൊ ഇന്നലെ അവിടെ എത്തിയിട്ട് കാണും. ഇവിടം വരെ എത്തി. കുട്ടി വർക്കാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിറച്ചും പണിയൊക്കെ നടക്കണതിന്റെ പേരിലുണ്ടല്ലോ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും സഹകരിച്ചോളൂ, സഹിച്ചോളൂ എന്ന് പറയുന്നത്. ആണോ? എന്തിനാണാവോ? ഇവിടെ എങ്ങനെ ഇടാനാ? ഇവിടെ ബ്ലാക്ക് അല്ലേ? ഇതാണ് നമ്മളുടെ മേളിലത്തെ മുറി. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് നമ്മളുടെ വ്യൂവും കിട്ടും. ഇവിടുത്തെ എന്തിട്ട് കിട്ടടി? ഗ്യാരേജാ? ഗ്യാരേജും കിട്ടും, നമ്മളെ വീടും കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ടൈൽസിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എംസാനും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടല്ലേ. പിന്നെ അതെ നമ്മളുടെ ബാത്റൂമിൻ്റെ പരിപാടികൾ ഇതാ ഇങ്ങനെ നടക്കണം. ബാത്റൂമിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. അതെ, അത് ഇതൊക്കെ കാണാം. കുഞ്ഞു ബാത്റൂമാണ്. ഇതാണ് ഹസി ബേബിയുടെ റൂം വരട്ടെ. മേളിലത്തെ റൂമാണ്. ഇതാണ് ഹസി ബേബിയുടെ റൂം. ഓക്കെ, ഇന്റീരിയർ കൊടുത്ത സമയത്ത് നമ്മള് വിചാരിച്ചു മറ്റേ കബോർഡൊക്കെ വെക്കാന്ന്. പക്ഷെ ഞങ്ങളത് പറഞ്ഞു അതെന്താന്ന് നോക്കാം നമുക്ക്. ഫൈനൽ ഔട്ട് എന്തായാലും നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കണമല്ലോ, അതിനേക്കാളും വരുമ്പോൾ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കണത്. ഇത്ര സാധനങ്ങൾ നടക്കണോ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. ആ ക്യൂരിയോസിറ്റി ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് എക്സൈറ്റഡ് അല്ല. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഫാനാ? അതാണോ ഫാൻ? പിന്നെ ഇതിനെ വെച്ച നീ ഞാനത് കുറച്ചും കൂടി അല്ല, ഞാൻ കുറച്ചുകൂടി വലിയത് ഉദ്ദേശിച്ചത്. ഇപ്പൊ അങ്ങനെയാ ഗൈസ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാല് ഇവിടെ ഇത് നമ്മളുടെ കയറി വരുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് മുകളില് കയറി വരുന്ന സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കാണാം? ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിപ്പോ ശരിക്കും ഹോം ടൂർ പോലെ ആയി. പക്ഷെ എന്നാലും ഫൈനൽ ലുക്കിന്റെ അത്രയ്ക്ക് വരില്ല ഇപ്പോൾ, അത് വേറെ കാര്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെയാണ് നമ്മളുടെ ഒരു മറ്റേ എന്നിട്ട് വന്നടി ബർത്ത് അല്ലേ? അല്ല, ബർത്ത് അല്ലല്ലോ, ഓപ്പൺ ഏരിയ. അതിന് വേറെ എന്താ പറയല്ലോ, ഓപ്പൺ ഏരിയ എന്നല്ലാണ്ട്. ഇവിടെയാണ് നമ്മൾ ഇൻവെർട്ടർ ഒക്കെ
ഇൻവെർട്ടർ നമ്മളിവിടെ ഷീറ്റ് ഇടാണെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷീറ്റ് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടും. പക്ഷെ ഇതെന്തെങ്കിലും എങ്ങനെയെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യേണ്ടവരില്ലേ, ഷീറ്റ് ഇടേണ്ടവരില്ലേ. പിന്നെ നമുക്കിത് ഇവിടെ നിന്ന് അപ്പുറത്തെ ഇതിലേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. പോകാൻ പറ്റില്ല എന്നാ എന്താ? അതെ, ഇവിടെ ഒരു ബ്രിഡ്ജ് ഇട്ടിട്ട് വേണം ഇതിൽ നിന്ന് അങ്ങോട്ട് കിടക്കാനായിട്ട്. ആ ബാക്കിലത്തൊക്കെ നമ്മുടെ സ്ഥലം ഇങ്ങനെയൊക്കെ പറമ്പാട്ടോ. നമ്മളിത് ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ ഈ ചുമരല്ല മതില് ബോർഡർ വെക്കണം. അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ കിണറൊക്കെ അടച്ചിട്ടേക്കായിരുന്നു, ഇപ്പൊ തുറന്നു. കിണർ ഓൾറെഡി വെള്ളം കുറവാട്ടോ. അയ്യോ വെള്ളമില്ലല്ലോ കിണറില്. ദേ നോക്കി, വെള്ളം ഒട്ടില്ല. ഇപ്പൊ താഴ്ത്തിക്കാൻ പറ്റണ സമയാന്നുണ്ട് കേട്ടാ. കണ്ടോ വെള്ളമില്ലാട്ട കിണറ്റില്. കണ്ടോ അതേ മോട്ടറിന്റെ സാധനം കിടക്കണു. അപ്പൊ ഇതാണ് നമ്മളുടെ വീടിന്റെ ഇപ്പോഴത്തെ ഒരു ഏരിയ. അതുപോലെ ഈ സൈഡ് ഇങ്ങനെയാണ് കേട്ടോ. മൊത്തം മരങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മുമ്പത്തെ വീടിന്റെ ഒക്കെ പോലെ തന്നെ ചുറ്റും മരം. അതൊക്കെ പോലെ സെറ്റപ്പ് തന്നെയാണ്. ഇതിക്കോടെ മറ്റേ KC ഇവിടെ കേബിളൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കൂടല്ലേ. ബാ ഇനി നമുക്ക് പോവാം. ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം അല്ലേ. ഇവിടെ മുകളൊക്കെ നമ്മുടെ പുട്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പുട്ടിയൊക്കെ ഇട്ടു. ഇപ്പൊ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുക താഴത്ത്. അതാണ് സൗണ്ട് വരണത്. ഇതാണ് നമ്മുടെ ലിവിങ് അല്ലല്ലേ, എന്തിട്ട് പരിപാടി, സിറ്റ് ഔട്ട് അല്ല ബാൽക്കണി. അതായത് സിറ്റ് ഔട്ടിന്റെ മേലുള്ള പോർഷനാണിത് ബാൽക്കണി. ബാൽക്കണി ചെറിയ ബാൽക്കണി കേട്ടോ, കുഞ്ഞു ബാൽക്കണിയാണ്. ഇവിടെ ഹാൻഡ് റെയിൽ വെച്ച് നമ്മൾ അടയ്ക്കും, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ മറ്റേ ഗ്യാരേജിൻ്റെ മേലുള്ള സ്ഥലം. ഭയങ്കര സൗണ്ടല്ലേ, കറ സൗണ്ടാണ്. അതെ പെയിന്റിന്റെ പരിപാടി നടക്കുന്നത്. കറണ്ട് പോയോ? ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ റൂം. അങ്ങോട്ട് പോക്കോ. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ റൂം. അതായത് കയറി വരുമ്പോൾ തന്നെയുള്ള ആദ്യത്തെ റൂം. ഇവിടെ നമ്മൾ കയറി വരണം, പിന്നെ അങ്ങോട്ട് കയറണം. ഈ റൂം ബാത്റൂം കേട്ടോ. ബാത്റൂമിൻ്റെ പരിപാടികളും പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അതെ ഇവർക്ക് ഇങ്ങനെ പുറമേലേക്ക് വരുന്ന ആളുകളെന്നൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം. വാ, അതായത് ഇതിൽ മറ്റേ ഡൈനിങ് ഹാള്, അടുക്കള. ഇത് ഡൈനിങ് ആണ്. ഡൈനിങ്ങിൽ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സ്റ്റെപ്പുകൾ കാണാൻ, അവിടുത്തെ ലിവിങ്ങിന്റെ സാധനങ്ങൾ കാണാം. മൊത്തം ഓപ്പണ്. എവിടെ നിൽക്കണെങ്കിൽ അതിന് അടുക്കളയിൽ നിൽക്കോ? നീ നിൽക്കോ? നല്ല കാര്യം. അടുക്കളയിൽ ഇത് സ്ലാബ് ഒന്നും ചെയ്യാൻ കേട്ടോ. അതൊക്കെ നമ്മുടെ ഇന്റീരിയലിന്റെ ആൾക്കാരെ വന്നിട്ട് ചെയ്യാം. ഈ സൈഡിലാണ് നമ്മുടെ. അവിടെ എക്സോസ്റ്റ് നീല പറഞ്ഞ എക്സോസ്റ്റ് ഇല്ലാന്ന്. അതിക്കോട്ടെ ആ സാധനം പോവാം. ഫാൻ വേണ്ടെന്നാ പറഞ്ഞല്ലേ. ഓക്കെ. അപ്പൊ അതൊക്കെ കവറായി പോയില്ലേ? കാണില്ലല്ലോ. മോൾ ഭാഗ് ഇന്റീരിയലിന്റെ ഇത് വരുമ്പോൾ കവറായി പോകുന്നുണ്ടല്ലേ. ഓക്കെ, ബയോ. ഇവിടെ നിന്ന് മറ്റേ ഡൈനിങ്ങിലാ, ഈ ഏരിയയാണ് ഡൈനിങ് വരണത്. അത് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ അവിടെ വരെ കാണാം. ഇവിടെ ഒരു സ്ലാബ് ഇങ്ങനെ വരും കേട്ടോ. ചിന്തിച്ചിട്ടുണ്ടല്ലേ. ബായോ അങ്ങോട്ടേക്ക് പോണേ. അതെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരണു. പിന്നെ ഇങ്ങനെ വഴി ഇവിടെയാണ് നമ്മുടെ ഒരു നടുമുറ്റം പോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി. ഇവിടെ വേറെ പ്രത്യേകിച്ച് പരിപാടി ഇല്ല. എന്തൊക്കെ പൂക്കളാണോ ചെടികളാണോ എന്നുള്ളത് നിങ്ങളെ സ്വാധീനം ഉണ്ടാവും അല്ലേ. അതൊന്നും ചെയ്യണില്ല, വെറുതെ ഇതുപോലെ ഇടും. നമുക്ക് അവിടെ കുറെ കമന്റ്സ് കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ വാട്ടർ ടാങ്ക് ഇട്ടല്ലേ, ഇവിടെ ഫിഷ് ടാങ്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, വെള്ളത്തിന് പ്രശ്നം ഉണ്ടാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ വേറൊരു സാധനമാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. ഓക്കെ, അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു. അങ്ങനെ ഇതാണ് വേറൊരു റൂം. നിന്റെ റൂമൊന്നും ഇല്ലല്ലോ, നിനക്ക് അങ്ങനെ റൂമില്ലല്ലോ. ഇല്ലല്ലോ, നീ അല്ലേ പറഞ്ഞ അങ്ങനെ റൂമൊന്നും ഇല്ലാന്ന്. ഈ റൂമിന് അവകാശം ഉണ്ടെന്നാണ്. ഓക്കെ, അതെ. ഈ റൂമിൽ നിന്ന് ഇങ്ങനത്തെ ഒരു റൂം. പിന്നെ ഇവിടെ ഇത് പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ചുമരൊക്കെ ഇപ്പൊ തന്നെ മറ്റേ പ്രൈമർ അടിച്ചിട്ടുള്ളൂ. തൊട്ട് കഴിഞ്ഞാൽ കൈമയാവേ.
ഇവിടെ ഉണ്ടല്ലോ ഈ പൊടിയൊക്കെ കിടക്കണതിന്റെ പേരിലേ അത് ബ്രീത്ത് ടൈം ഉണ്ടല്ലോ ഭയങ്കര ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവരതൊക്കെ മാസ്ക് ഒക്കെ വെക്കുന്നുണ്ട്. ഉണ്ട് പിന്നെ ഈ പറഞ്ഞാൽ അത് പനിയുടെ സാധനം ഉള്ളതല്ലേ, അതിന്റെ പേര് ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ ഭയം ഇതാ ഇവിടെ നമ്മുടെ ടൈൽസ് ഒക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇടാനുള്ള മൊത്തം ടൈല് കുറച്ചും കൂടി ടൈൽസ് വരാനുണ്ടല്ലേ. മറ്റേ സാധനം വരാനുണ്ട്. ഇവിടെയാണ് നമ്മുടെ ലിവിങ് ഏരിയ. അവിടെ നമുക്കൊരു മറ്റേ സാധനം ഉണ്ട്. എന്തരടി അതിനെ പറയാ? ബേ വിൻഡോ. ഓക്കെ ഇതാണ് നമ്മുടെ ലിവിങ്ങിൻ്റെ ഏരിയ. ഇവിടെയാണ് ഇനി പ്രൈമർ ഇവിടെയാണ് അടിക്കാൻ പോണേ. ഓക്കെ അവിടെ ഇവിടെ പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ കഴിയും. 8 ലൈറ്റ് ഉണ്ട് ഇവിടെ കേട്ടോ. ബൈ ബൈ. പക്ഷെ ഇത് ഭയങ്കര ഹൈറ്റ് ഇതായില്ലേ. ഇതെങ്ങനെ മടിച്ചു പോയതല്ലോ. ബാബാ അതിനുള്ള സാധനം കിട്ടും. അത് പണി കഴിഞ്ഞിട്ട് മേടിക്കാൻ പോയോ. ജനലൊക്കെ തുടയ്ക്കാനേ കണ്ടാ ചേട്ടന്മാർ സ്റ്റെപ്പ് കയറി പോണോ. പോവാ കഴിഞ്ഞില്ലേ? കേസ് ഞങ്ങൾ മോക്കൊക്കെ ഒന്ന് കഴിക്കുന്നത് ഫ്രഷ്. ഞങ്ങൾ കിണറിൻ്റെ അടുത്തേക്ക് പോയി നോക്കി. അതിൻ്റെ ഇടയ്ക്ക് കിണറിൽ വെള്ളം ശരിക്കും കുറവാണ്. വെള്ളം കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല വേനലായില്ലേ. ഈ സമയത്ത് വേണം നമുക്ക് താഴ്ത്തണമെങ്കിൽ താഴ്ത്തണത്. ഇതിന് മുമ്പേ ഒരു പ്രാവശ്യം നമ്മൾ താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കുറച്ച് മഴയുള്ള സമയം, മഴയല്ലല്ലോ വെള്ളമുള്ള അങ്ങനെ എന്തോ അതിൻ്റെ പേരിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ താഴ്ത്തി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതൊന്ന് വിളിച്ച് നോക്കണം. ഇതാ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഗൈസ്. ഇതിപ്പോൾ ഒരു വർഷത്തെ നമ്മുടെ അധ്വാനാണ് ഇവിടെ എത്തി നിൽക്കണത് അല്ലേ. ശരിക്കേ പോവാ. നമ്മള് അവിടെ നിങ്ങൾ പോന്നു. വീട്ടിലെത്തി. നല്ല ചൂടല്ലേ, എളുപ്പമല്ല കേട്ടോ. നമ്മള് വരുന്ന വഴിക്കുണ്ടല്ലോ നമ്മള് മാർക്കറ്റിലൊക്കെ പോയി നമ്മള് മീനൊക്കെ മേടിച്ചു. ചാലക്കുടി മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചു. പിന്നെ വേറെ കുറച്ച് എന്തിന്റെ മീനാണെങ്കിലും അതെ നമ്മള് മേടിച്ചത് വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ചോറ് കഴിച്ചില്ലേ? നീ വറുത്തേ? നീ ചോറ് കഴിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ നമുക്കത് മീൻ കറി ഇതുണ്ട്. മീൻ ഫ്രൈ നമ്മള് മേടിച്ചുകൊണ്ടെന്നാണ്. പിന്നെ ഈ സാധനം കൊപ്രാന്ന് ഇവിടെ പറയും. അല്ല നിങ്ങളുടെ ഇവിടെ കൊപ്രാന്ന് പറയും, ഞങ്ങള് കൊടപ്പൻ എന്ന് പറയും. അതായത് വാഴയുടെ തുമ്പത്തുള്ള സാധനം, കൂമ്പിലുള്ള സാധനം അതുണ്ട്. ഇതൊന്നും ഇവിടെ ഉണ്ടാവാറില്ല അല്ലേ. സാധനം ഇവിടെ ഉണ്ടാവാറില്ല. പിന്നെ മീൻകറി ഉണ്ട്, അയലക്കറി, മാങ്ങയൊക്കെ ഇട്ട് വെച്ചേക്കണ മീൻകറി. പൊന്നൂസ് ചോറ് കഴിച്ചു. മുന്തിരി പൊന്നൂസ് കഴിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല. അമ്മിച്ച അവിടെ കഴിച്ച് കിടക്കാണ്. അപ്പൊ ഇതിന്റെ ഈ മീനിന്റെ പേരെന്തുവാന്നറിയോ? മോദ. പക്ഷെ ഞാൻ പൂമീൻ, ബാമീൻ അങ്ങനെയൊക്കെ പറയാം. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാ? അപ്പൊ ഞങ്ങള് പൊന്നൂസ് ഭക്ഷണം കഴിച്ചു. ഇനി ഞാൻ കഴിക്കട്ടെ. ഓക്കെ അപ്പൊ വേറെ കുറച്ച് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കില്ല. അടുത്ത വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.